ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 18 23/1/1987. ഓ വസൂല, ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നു. എൻ്റെ അടുക്കൽ വരിക. ഞാൻ നിന്റെ നിത്യനായ പിതാവാണ്. എൻ്റെ മക്കളോടുള്ള എൻ്റെ സ്നേഹം നീ അനുഭവിച്ചറിയുക. എന്നെ സ്നേഹിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചു. ഞാനാണ് നിനക്ക് ശരിയായ വഴി കാണിച്ചു തന്നത്. ഞാൻ സ്നേഹിക്കുന്ന ദൈവമാണ്. ഞാൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. ഞാൻ കരുണയുള്ള ദൈവമാണ്. ഞാൻ സൗമ്യശീലനാണ്. ഞാൻ നല്ല ഇടയനാണ്. ഞാൻ ക്ഷമിക്കുന്ന പിതാവാണ്. നഷ്ടപ്പെട്ടവരെ എനിക്ക് എങ്ങനെ രക്ഷിക്കാതിരിക്കാൻ സാധിക്കും? ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും എണ്ണി നോക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്കായി തന്റെ ജീവൻ നൽകുന്നു. ഞാൻ ക്ഷമയുടെ അഗാധ ഗർത്തമാണ്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. പിന്നീട്, യേശുവേ, ഞാൻ എഴുത്തു നിർത്തിയാൽ എന്തു സംഭവിക്കും? വസൂല, നീ എഴുത്തു നിർത്തിയാലും ഞാൻ എപ്പോഴും നിന്നെ നയിക്കാനായി നിന്നോടുകൂടെ ഉണ്ടാവും. ഈ വിധത്തിൽ എന്നെ സമീപിക്കുവാനും നിന്നെ എനിക്ക് പഠിപ്പിക്കുവാനും ഞാൻ ഈ കൃപാവരം നിനക്ക് നൽകി. നിനക്ക് എന്നോടുകൂടി പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് നീ നൽകിയ മറുപടി എന്നെ സന്തോഷിപ്പിച്ചു. വസൂല, നീ അല്പം സങ്കോചം കാണിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ചിന്തിക്കാൻ നീ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ നിന്റെ ഗുരുവാണ്. എന്റെ മാർഗനിർദ്ദേശം നീ സ്വീകരിക്കുക. വ്യർത്ഥാഭിമാനം നിറച്ച് മനുഷ്യരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തിന്മയെക്കുറിച്ച് എപ്പോഴും ജാഗ്രതയോടെയിരിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. തിന്മ എത്രമാത്രം വഞ്ചന നിറഞ്ഞതായി തീരാമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ്. വിനയത്തോടെ വർത്തിക്കാനും നിന്നോട് തന്നെ സത്യസന്ധയായിരിക്കുവാനും എന്നോട് വിശ്വസ്തയായിരിക്കുവാനും ഞാൻ നിന്നെ പരിശീലിപ്പിക്കും. ഞാൻ നിന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ആന്തരിക വ്യക്തിത്വത്തെ വളർത്തുവാനും ശുദ്ധീകരിക്കാനുമുള്ള മാർഗനിർദ്ദേശമാണ് ഞാൻ നൽകുന്നത്. ഞാൻ എന്റെ മറ്റു മക്കളെക്കാൾ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രത്യേക കൃപാവരം നിനക്ക് നൽകിയിരിക്കുന്നതെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. നിന്നെയും ആശയറ്റ അവസ്ഥയിൽ കഴിയുന്ന മറ്റുള്ളവരെയും പോഷിപ്പിക്കുവാനാണ് ഞാൻ ഈ കൃപാവരം നിനക്ക് നൽകിയിരിക്കുന്നത്. തന്റെ ആട്ടിൻകൂട്ടത്തെ കാത്തുപാലിക്കുന്ന നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തുവാണ് ഞാൻ. തിരിച്ചു വരുവാനുള്ള ശരിയായ വഴി കാണിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളിൽ പ്രകാശിക്കുവാനും നിങ്ങൾക്ക് പ്രത്യാശ നൽകുവാനും ഞാൻ വന്നിരിക്കുന്നു. വസൂല, വാസ്തവത്തിൽ നീ ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ മനസ്സിലാക്കിയിരുന്നു. മനുഷ്യവർഗം മുഴുവൻ എന്റെ സന്ദേശം എത്തിക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ എന്റെ മണവാട്ടിയാകാൻ ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണോ നിനക്കിപ്പോൾ സങ്കോചം തോന്നുന്നത്? ഉവ്വ് കർത്താവേ. നീ നേരത്തെ സമ്മതിച്ചതാണല്ലോ, നീ ഓർക്കുന്നില്ലേ? അതെ യേശുവേ. എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചപ്പോൾ അങ്ങയുടെ മണവാട്ടിയാകാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് മനസ്സിലായി. എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഈ പദവിയുടെ മഹത്വം വേണ്ടവണ്ണം ഉൾക്കൊള്ളാതെ ഞാൻ എങ്ങനെ ഈ പദവി സ്വീകരിക്കും? വസൂല, ഈ പദവിക്ക് യോഗ്യയായി തീരാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ അതിന് യോഗ്യതയുള്ളവളായി തീർന്നതുകൊണ്ടായില്ല. അതെന്താണ്? കാരണം യോഗ്യത നേടുന്നതിലും ഉപരിയായ പദവിയാണത്. അതെ, യോഗ്യത നേടിയതുകൊണ്ട് മാത്രമായില്ല. എന്നാൽ ഞാൻ നിന്നെ യോഗ്യയും വിശുദ്ധയുമായി തീരാൻ അഭ്യസിപ്പിക്കാം. നീ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇത് നേടുകയും വേണം. വരൂ, ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്റെ മണവാട്ടിയായിരിക്കാൻ പോകുകയാണ്. പരിശീലനം ആവശ്യമായ ഒരു മണവാട്ടി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്നെ രൂപപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കണം. നിന്റെ വളർച്ചയ്ക്ക് വേണ്ട പോഷണം ഞാൻ നിനക്ക് നൽകും. തിന്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനോടകം നിന്നെ അറിയിച്ചു കഴിഞ്ഞു. ഉണർന്നിരുന്ന് ശ്രദ്ധാപൂർവമായിരിക്കണം ഇവ വായിക്കേണ്ടത്. ഇത്തരം സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ല, തിന്മയിൽ നിന്നാണെന്ന് വ്യക്തമാക്കുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും ഒരു പുരോഹിതൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കാൻ പരിശീലിക്കുക. നീ ക്ഷീണിതയായി കെണികളിൽ വീഴാൻ സാധ്യതയുള്ളപ്പോഴെല്ലാം ഞാൻ നിന്റെ രക്ഷയ്ക്കായി ഓടിയെത്തും. എന്റെ മാർഗനിർദ്ദേശത്തെ പശ്ചാത്താപത്തിന്റെ മാർഗമായിട്ടല്ല സ്വീകരിക്കേണ്ടത്. നീ വീഴാതിരിക്കാൻ ഞാൻ നിന്നെ പരിശീലിപ്പിക്കുകയാണ്. നീ നഷ്ടപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നിന്റെ പ്രാർത്ഥനകളിൽ എന്നെ കൂടുതലായി വിളിച്ചപേക്ഷിക്കുക. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. 24/1/1987. വസൂല, വസൂല, എന്റെ തിരുഹൃദയത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മകളെ, നിനക്ക് സ്വയം എന്നെ സ്നേഹിക്കുവാൻ കഴിയുമായിരുന്നോ? ഇല്ല യേശുവേ. ഞാൻ നിന്നെ സമീപിച്ച് നിന്നെ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കാൻ പഠിച്ചത്. നിന്നെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിന്നെ മാനസാന്തരപ്പെടുത്തി. വസൂല, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല യേശുവേ. ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ നിസ്സഹായിയും നികൃഷ്ടയും കുറ്റവാളിയും ആയിരുന്നതിനാലാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. കുഞ്ഞുങ്ങൾ എന്റെ ബലഹീനതയാണ്. അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ അവരെന്നെ അനുവദിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു. വസൂല, വന്ന് എന്റെ തിരുഹൃദയത്തിൽ വസിച്ചുകൊള്ളുക. അതിന്റെ അടിത്തട്ടിൽ നിനക്ക് സമാധാനവും എനിക്ക് നിങ്ങളോടെല്ലാവരോടുമുള്ള ആർദ്രസ്നേഹവും അനുഭവിക്കാം. എനിക്ക് അവരോടുള്ള സ്നേഹം നിനക്ക് അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഓരോ ദിവസവും നീ എന്നോട് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വരികയാണ്. 30/1/1987. നിനക്ക് സമാധാനം. നിനക്ക് ശക്തി ക്ഷയിക്കുമ്പോഴെല്ലാം എന്റെ അടുക്കൽ വരിക. ഞാൻ നിന്നെ ശക്തിപ്പെടുത്താം. വസൂല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇല്ല യേശുവേ. എന്നാൽ ഞാനത് നിന്നോട് പറയാം. നീ നിസ്സഹായിയും മനുഷ്യരിൽ വെച്ച് ഏറ്റവും നികൃഷ്ടയും ആയതിനാലാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നികൃഷ്ടത എന്നെ ആകർഷിക്കുന്നു, കാരണം എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും. നീ നിസ്സഹായിയും അപര്യാപ്തയും ഒരു ഭാഷയിൽ പോലും പ്രാവീണ്യം നേടുവാൻ കഴിവില്ലാത്തവളുമാണ്. കർത്താവെ, ഞാൻ ഇത്രയ്ക്ക് മോശമാണെങ്കിൽ ഈ ദൗത്യത്തിനായി നീ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്? ഞാനിത് നേരത്തെ പറഞ്ഞിട്ടില്ലേ? കുഞ്ഞുങ്ങൾ എന്റെ ബലഹീനതയാണ്, കാരണം അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ അവരെന്നെ അനുവദിക്കുന്നു. സ്വന്തമായി വളരുവാൻ ശക്തിയില്ലാത്ത പുഷ്പമായ നിന്നിൽ കൂടി എന്റെ സ്നേഹം പ്രകടമാക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. മരുഭൂമിയിൽ കണ്ടെത്തിയ പുഷ്പത്തെ ഞാൻ എടുത്ത് എന്റെ സന്തോഷത്തോടെ പരദീസയിൽ നടുകയും എന്റെ പ്രകാശത്തിൽ വളരുവാൻ സഹായിക്കുകയുമാണ് ഞാൻ ചെയ്തത്. ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്നേഹം മാത്രമാണ്. എന്നെ സ്നേഹിക്കുകയും എന്നോട് വിശ്വസ്തയായിരിക്കുകയും ചെയ്യുക. ഞാൻ നിന്നിൽ നിന്ന് വിശ്വസ്തത ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ഓരോ തുള്ളി സ്നേഹവും കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹത്തിന്റെ നാഥനായതുകൊണ്ട് സ്നേഹത്തിനായി ദാഹിക്കുന്നു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നീ ഒരാളിനെ സ്നേഹിക്കുമ്പോൾ ഓരോ നിമിഷവും ആ ആളിന്റെ കൂടെ ചെലവഴിക്കാൻ നീ അത്യധികമായി ആഗ്രഹിക്കില്ലേ? ഉവ്വ്, നിശ്ചയമായും. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളെ തന്നെ മുഴുവനായി എനിക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? വരിക, എന്റെ അരികിൽ വരിക. ഞാൻ നിന്റെ പിതാവാണ്. എന്നെ കൂടാതെ നീ നിസ്സഹായിയും നികൃഷ്ടയും ദുർബലയുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ സന്ദേശം നിന്നിൽ കൂടി പ്രവഹിക്കുവാനായി ഞാൻ നിന്നെ രൂപപ്പെടുത്തട്ടെ. മകളെ, നീ ഇനിയും എന്തുമാത്രം പഠിക്കുവാനുണ്ട്. അതെ, എനിക്ക് യാതൊന്നും അറിയില്ല. വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സംശയിക്കണ്ട. ഞാൻ നിന്റെ ചോദ്യത്തിന് മറുപടി തരാം. സ്വയം സമർപ്പിച്ചുകൊണ്ട് എന്റെ മണവാട്ടിയായി തീരുന്നവരെ മാത്രമല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നെ ഇതുവരെയും അറിയാത്തവരെയും ഞാൻ വന്ന് എന്റെ മണവാട്ടികളായി സ്വീകരിക്കുന്നു. ഞാൻ ഓരോ ഹൃദയ കവാടത്തിലും വന്ന് മുട്ടുന്നു. എന്നെ കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ മുട്ടുകയും കാത്തുനിൽക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയും എന്നെ സ്വാഗതം ചെയ്ത് സ്വീകരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രത്യേകിച്ചുള്ള സമർപ്പിതരായിട്ടുള്ള സഭാ ശുശ്രൂഷകരോടുകൂടെ കഴിയുന്നതാണ് അങ്ങേക്ക് ഏറ്റവും സന്തോഷം തരുന്ന അനുഭവമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. വസൂല, ഞാൻ എന്റെ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നു. പാപികളെയും എന്നെ പീഡിപ്പിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ആരെയും അവരുടെ സ്ഥാനവും അറിവും വെച്ചുകൊണ്ടല്ല സ്നേഹിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയും അവർ ആയിരിക്കുന്ന നിലയിൽ സ്വീകരിക്കുന്നു. മരിച്ചവരെ എന്റെ ശക്തിയാൽ ഉണർത്തുവാൻ എനിക്ക് കഴിയും. എന്നെ ഈ വിധത്തിൽ സമീപിക്കുന്നതിനുള്ള എന്റെ ശക്തി ഞാൻ നിനക്ക് നൽകുന്നു. കാരണം ഞാൻ കർത്താവാണ്. നീ എത്രയും ചെറുതായിരിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ എനിക്ക് നിന്നിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഞാൻ എനിക്ക് തന്നെ മതിയായവനാണെന്ന് നിനക്കറിവുള്ളതാണല്ലോ. നിന്റെ ഇല്ലായ്മ എന്റെ സമൃദ്ധിയെ മഹത്വപ്പെടുത്തും. നിന്റെ നികൃഷ്ടാവസ്ഥ എന്റെ ദൃഷ്ടിയിൽ അഗണ്യമാണ്. നിന്നെ തന്നെ എനിക്ക് വിട്ടുതരിക. എന്റെ കരങ്ങൾ നിന്നെ രൂപപ്പെടുത്തട്ടെ.
ഞാൻ അധികാരത്തിലിരിക്കുന്ന ഒരാളിനെയല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, കാരണം എന്റെ അധികാരം അതിൽ തന്നെ മതിയായതാണ്. സമാധാനത്തിനും സ്നേഹത്തിനുമുള്ള എന്റെ വിളി നിന്നിലൂടെ പുറപ്പെട്ട് സകല മനുഷ്യർക്കും എന്റെ കരുണയെ വെളിവാക്കും. ഞാൻ നിന്നിൽ കൂടി എന്നെ വെളിപ്പെടുത്തും. ഞാൻ എന്റെ മക്കളോട് അവർക്കില്ലാത്തതൊന്നും ചോദിക്കുന്നില്ല. അവർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അവർ അത് എന്റെ പക്കൽ വയ്ക്കട്ടെ. ഞാൻ അവരെ വിശുദ്ധീകരിക്കും. ഞാൻ അവർക്ക് വിടുതൽ നൽകും. ഞാൻ അവരോട് ക്ഷമിക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്താതെ അവരെ സ്നേഹിക്കുക മാത്രം ചെയ്യും. എന്റെ അടുക്കൽ വന്ന് ക്ഷമ ചോദിക്കുന്നവരെയെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. വീണ്ടും അധികമായി ഞാൻ സ്നേഹിക്കും. ദശലക്ഷക്കണക്കിന് പ്രാവശ്യം പാപത്തിൽ വീണുപോയാലും ഞാൻ അവരെ തള്ളിക്കളയുകയില്ല. അവരുടെ അകൃത്യങ്ങളെ എന്റെ രക്തത്തിൽ കഴുകി ഞാൻ അവർക്ക് പാപമോചനം നൽകും. എത്രമാത്രം ക്ഷമിക്കുന്നതിനും ഞാൻ തയ്യാറാണ്, കാരണം ഞാൻ സ്നേഹത്തിന്റെയും കരുണയുടെയും ദൈവമാണ്. ബലഹീനരോട് ഞാൻ അങ്ങേയറ്റം അനുകമ്പയുള്ളവനാണ്. എന്റെ ഹൃദയം പരിശുദ്ധവും ക്ഷമയുടെ അഗാധഗർത്തവുമാണ്. മകളെ, ഇപ്പോൾ ഇത്രയും എഴുതിയത് മതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസൂല, എന്നിൽ ആശ്രയിക്കുക. എനിക്ക് പറയാനുള്ളതൊക്കെ എഴുതപ്പെടും. പിന്നീട്, നീ എന്നോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നത് നിനക്കറിയാമോ? യേശുവായ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള ഈ സ്നേഹം നിമിത്തമാണ് സാത്താൻ നിന്നെ വെറുക്കുന്നതും നിനക്ക് കെണികൾ വയ്ക്കുന്നതും. എന്നാൽ നിനക്ക് മുന്നറിയിപ്പ് തരുവാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. വീണുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. നീ വീഴാതെ ഞാൻ സൂക്ഷിക്കും. നിന്നെ താങ്ങി നിർത്തുവാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. എന്റെ പൂർണ്ണ രൂപാന്തരീകരണത്തിന് മുമ്പ് തന്നെ ഈ സന്ദേശങ്ങൾ നൽകപ്പെട്ടു തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വസൂല, അനേകർക്ക് ഈ സന്ദേശങ്ങൾ മൂലം പ്രയോജനം ലഭിക്കുവാനാണ് ഞാനിവ നൽകുന്നത്. ഓരോ മനുഷ്യനും എനിക്ക് എത്ര വിലപ്പെട്ടവരാണ് എന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നിന്റെ മനസ്സിൽ നീ ചിന്തിക്കുന്നത് എന്തെന്ന് എനിക്കറിയാം. നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. എന്നെ ശ്രദ്ധിക്കുക. എന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ശിശുവിനെയാണ്. ഈ ദൗത്യത്തിന് അപര്യാപ്തയും നിസ്സഹായയും യാതൊരു പേരും പെരുമയും ഇല്ലാത്തതുമായ ഒരു ഒന്നുമില്ലായ്മയെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ ഒന്നുമല്ലാത്ത നിന്നിൽ കൂടി എന്റെ തീവ്രമായ സ്നേഹം വെളിപ്പെടുത്തുവാനും എന്റെ തിരുഹൃദയത്തിലെ നിക്ഷേപങ്ങളെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്തവരെ അവ പഠിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. സഭാപണ്ഡിതർ സ്വർഗീയമായതിൽ നിന്നും അകന്നു പോകുന്നതും എന്റെ അനുഗ്രഹങ്ങളോട് നിസ്സംഗത കാണിക്കുന്നതും എന്നിൽ വേദന ഉളവാക്കുന്നു. കൃപാവരം ഒരു അനുഗ്രഹമാണ്. എന്നിട്ടും ആത്മീയ ബധിരതയിലേക്കും വരൾച്ചയിലേക്കും നയിക്കുന്ന ഹൃദയകാഠിന്യം അവരിലുണ്ടായത് എങ്ങനെയായിരിക്കും? സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും അഭ്യർത്ഥനയുമായി ഒരിക്കൽ കൂടി ഞാൻ വന്നിരിക്കുന്നു. എന്നാൽ എത്ര പേർ കൂടി എന്നെ തള്ളിക്കളയും? എത്ര പേർ കൂടി എനിക്ക് ചെവി തരാതിരിക്കും? നിങ്ങളിൽ എത്ര പേർ, പ്രത്യേകിച്ച് എന്റെ സഭാപണ്ഡിതർ, എന്നിലേക്ക് നോക്കാതെ മുഖം തിരിച്ചു കളയും? അല്ലയോ അല്പവിശ്വാസികളെ, എത്ര കുറവായി മാത്രം നിങ്ങൾ എന്നെ അറിയുന്നു. ഞാൻ അനന്ത നിക്ഷേപമാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയോ? ഞാൻ ഉപയോഗിക്കുന്ന ബലഹീന മനുഷ്യരെ പ്രതി നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതെന്തിന്? എന്റെ ശക്തി വലുതും അനന്തവുമാണ്. അതിനാൽ നികൃഷ്ടരായ വ്യക്തികളിൽ കൂടി ഞാൻ എന്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വസൂല, ഈ സന്ദേശങ്ങളാകുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്നിൽ നിന്നാണ് വരുന്നതെന്നുള്ളതിന് തെളിവായി അനേകർ എന്നിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടും. എന്നാൽ ആ അടയാളമായി ഞാൻ നൽകുന്നത് നിന്നെ തന്നെയാണ്. ഞാൻ നിന്നെ തിന്മയിൽ നിന്ന് വിമോചിപ്പിച്ച് ഉണർത്തിയെടുത്തു. ഞാൻ നിന്നെ എന്റെ ഹൃദയത്തിലേക്ക് ഉയർത്തി എന്റെ അനേകം പ്രവൃത്തികൾ നിന്നിലേക്ക് പകർന്നു. ജ്ഞാനം നിന്നെ നയിക്കുന്നതിനാൽ ഞാൻ നിനക്ക് നൽകുന്നത് സ്വീകരിക്കുക. വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുഞ്ഞെ, നീ എന്റേതാണ്. മകളെ, നിന്റെ സ്നേഹത്താൽ എനിക്ക് ആശ്വാസം തരിക. ഞാൻ നിന്റെ ഹൃദയത്തിൽ വിശ്രമിക്കട്ടെ. വസൂല, നീ എന്നെ സ്വീകരിക്കുക. എന്നെ തള്ളിക്കളയാതിരിക്കുക. വസൂല, എത്രയോ വർഷം നീ എന്നെ സ്വീകരിക്കുന്നതിനായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നുവെന്ന് നിനക്കറിയാമോ? എന്റെ ഹൃദയത്തിൽ നിന്ന് നീ എത്രയോ അകറ്റപ്പെട്ടിരുന്നുവെന്നും അപ്പോൾ എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടുവെന്നും ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? യേശുവേ, ഞാൻ അതിപ്പോൾ ഓർക്കുന്നില്ലല്ലോ. ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഞാൻ നിനക്ക് വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. നീ എന്നിൽ നിന്ന് അകന്നു മാറിയതിനാൽ എന്റെ ഹൃദയം ദുഃഖത്താൽ വിണ്ടുകീറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട വസൂല, ഇങ്ങനെയിരിക്കെ നിനക്കെങ്ങനെ എന്റെ അപേക്ഷ നിരസിക്കാൻ കഴിയും? വസൂല, ഞാൻ എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. വസൂല, എന്റെ സ്നേഹം സ്വീകരിക്കുക. എന്റെ സ്നേഹം നിന്നെ സൗഖ്യമാക്കും.
യേശുവെ, ഞാൻ അങ്ങയെ നിരസിക്കുകയില്ല. പിന്നെയോ, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അറിയാതെ തന്നെ ഞാൻ യേശുവിനെ വേദനിപ്പിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. യേശു ഉടൻ തന്നെ ഇത് മനസ്സിലാക്കുന്നു. എന്നോടുകൂടി വരിക. എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയുവാനുണ്ട്. വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? അങ്ങ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാരണം കൂടിയുണ്ട്. നീ എന്റെ മക്കളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുറച്ചുകൂടി എന്റെ അരികിലേക്ക് വരിക. നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ എന്നെ അനുവദിക്കുമോ? യേശുവെ, തീർച്ചയായും ഞാൻ അനുവദിക്കും. നീ എന്നെ എത്രമാത്രം സന്തോഷവാനാക്കിയെന്നോ. കാരണം നിന്നിൽ എനിക്ക് വിശ്രമിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഇനിയും എന്നെ നിരസിക്കരുത്. ഹൃദയങ്ങളിൽ കടന്നു വരുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അങ്ങ് അവിടെ കറകൾ കണ്ടെന്നു വരാം. എല്ലാ തരത്തിലുമുള്ള അശുദ്ധികളും ഞാൻ അവിടെ കാണും. ഞാൻ അവയെല്ലാം കഴുകിക്കളയും. എന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.